ഇന്നൊരു അടാറ് സാധനം കിട്ടിയിട്ടുണ്ട്. പേര് ഞണ്ട്. അങ്ങോട്ട് ഫ്രൈ അടിച്ചാലോ? തുടങ്ങല്ലേ. നല്ല ഇറുക്കണ കടലിലത്തെ ഞണ്ടാണ്ടാ. ഇത് കാണുമ്പോൾ വായിൽ ടൈറ്റാനിക് കപ്പൽ ഓടിക്കാനുള്ള വെള്ളം വരുന്നുണ്ട് കേട്ടാ. ഇതിനെ എങ്ങനെ റോസ്റ്റ് ആക്കാന്ന് നോക്കിയാലോ? ഇത് നേരെയാക്കി എടുക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്കാണ്. അതുകൊണ്ട് അടുക്കളയിലെ പ്രോ ചെഫ്മാരായ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ഇത് കഴിയുള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക. ഒരു ചട്ടിയിൽ ഈ ഞണ്ടുകളൊക്കെ അങ്ങോട്ട് ഇടുക. എന്നിട്ട് ഇതാ കാലും കൈയൊക്കെ അങ്ങോട്ട് വെട്ടി വെട്ടി നുറുക്ക് പീസുകളൊക്കെ. ഇനി അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഇതാ അതിൻ്റെ വേസ്റ്റുകളൊക്കെ അങ്ങോട്ട് എടുത്ത് കളയുക. പിന്നെ സാധനം ഫ്രഷായി. അതിൻ്റെ വലിയ കാലുകൾ മാത്രമേ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുള്ളൂ. ചെറിയ കാലുകളൊക്കെ നമ്മൾ അങ്ങോട്ട് മുറിച്ച് കളയും കേട്ടോ. ഈ നേരം കൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബോഡി ബിൽഡർ എന്നറിയപ്പെടുന്ന പ്രോട്ടീനിൻ്റെ ഘടകമായ ഞണ്ടാണ് കേട്ടോ. ഇതിൻ്റെ എൻ്റെ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. ഇത് കഴിച്ചവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ആ നീല നിറം ഒന്ന് കത്തിക്കാൻ നോക്കുക ലൈക്കിൽ തന്നെ. നമുക്കിനി ഈ സുന്ദരക്കുട്ടന്മാരിതാ മുറിച്ച് റെഡിയാക്കി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ നേരം കൊണ്ട് നിങ്ങൾ ബാക്കിയുള്ള ഒന്ന് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാ ഇത് റെഡിയായി ഇങ്ങനെ വന്ന് ഹായ് ഞണ്ടിലിതാ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. എന്താല്ലേ കാണാൻ. ഹേയ് ടൈറ്റാനിക് ഓടുന്നു. ആദ്യം ഉള്ളി, തക്കാളി, പച്ചമുളക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ആക്കുക. അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കുക. പാകത്തിന് ഉപ്പും കുറച്ച് ഗരം മസാലയും ഇത്തിരി കറിവേപ്പിലയും ചേർത്ത കാര്യം റെഡി കേട്ടോ. പിന്നെ അതാ ചോറെടുക്കുക, കറി ഒഴിക്കുക. കൂടെ അതാ സൈഡിൽ നമ്മുടെ ചെക്കന്മാരെ വേഗം വിളിക്കുക. അവനവിടെ പോയി ഇതാ വന്നിരിക്കുന്നു. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ചെക്കന്മാരെ. അപ്പം അങ്ങോട്ട് തിന്നുക. അല്ലാതെ പിന്നെ വേറെന്ത്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ അതിന്.